ഇനി എവിടെയും പോയിട്ട് സർക്കാർ തരുന്ന വാർത്തകളല്ലാതെ സ്വന്തം നിലക്ക് വാർത്ത തേടി പോകാൻ പാടില്ല. അതായത് ഇപ്പോൾ യുദ്ധം നടക്കുന്നുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് വെടിവെക്കുന്നുണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് 10 ആളെ കൊന്നു എന്ന് പറയുമ്പോൾ 10 ആൾ മരണപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ ഫാക്ട് ചെക്ക് നടത്താൻ ഇനി പത്രക്കാർക്ക് പോകാൻ പാടില്ല. ആലോചിച്ച് നോക്കി. ബാങ്കൊക്കെ കഴിഞ്ഞില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കണോ? ഇനി എന്തിനാ പത്രം പിന്നെ വായിക്കണേ? ഈ രാജ്യത്തിലെ ഒരു മീഡിയക്കാരനും ഇനി എവിടെ പോകാൻ പാടില്ല, പ്രശ്ന സങ്കീർണമായ സ്ഥലത്ത് പോകാൻ പാടില്ല. സർക്കാർ ഒരു വാർത്ത തരും, അത് കൊടുത്തോളും. ഇതാണ് ഏകാധിപത്യം. ആ ഏകാധിപത്യത്തിലേക്കാണ് രാജ്യം നീങ്ങുന്നത്. വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് 5-ാം തീയതി വരെ നമ്മൾ കാത്തിക്കാണ്. ഞാൻ ചാലിയത്ത് നിന്നാണ് സംസാരിക്കുന്നത്. വഖഫ് ഭൂമിയിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. അറിയണം, ഇപ്പോഴും ഇവര് കൊണ്ടുവന്ന വഖഫ് ബില്ലിന്റെ ആ കുഴിന്റെ ആഴം എത്രയെന്ന് മനസ്സിലാക്കാത്ത പല ആളുകളുണ്ട്. വഖഫ് എന്താണെന്ന് പോലും സൗമ്യമായി പൊതുസമൂഹത്തോട് വിശദീകരിച്ചു കൊടുക്കാൻ പോലും താല്പര്യം കാണിക്കാത്ത പല സംഘടനക്കാരുണ്ട് ഇവിടെ. ഞാൻ ഏതെങ്കിലും സംഘടന മാത്രമല്ല പറഞ്ഞത്, വഖഫ് എന്താണെന്ന് പേടിയെല്ലാവർക്കും. ഒരു കാർട്ടൂണ്ട്, ഒരു കുഞ്ഞിനെ ആഹാരം കുഞ്ഞ് കഴിക്കില്ല, വഖഫ് കൊണ്ട് ഞാൻ വിളിക്കുന്നു, അപ്പോൾ കുട്ടി കഴിച്ചു. അപ്പൊ വഖഫ് എന്ന് പറഞ്ഞാൽ അതിഭീകരമായ ഒരു സാധനമാക്കി ഒരു ഭാഗത്ത് മാറ്റുമ്പോൾ എന്താണ് വഖഫ് എന്ന് പൊതുസമൂഹത്തോട് വളരെ സൗമ്യമായ ഭാഷയിൽ പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത അത് രാഷ്ട്രീയക്കാരായ അമ്മക്കല്ലുള്ളത്. കൂടുതലുള്ളത് ആരാണ്? മതപണ്ഡിതരമായ ആളുകൾ. അവരടുത്തൊക്കെ ആ കാര്യത്തിൽ ഡിലേ സംഭവിച്ചിട്ടുണ്ട്. ഇനി പോയി അങ്ങനൊന്നല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസ. ഇപ്പൊ ലവ് ജിഹാദ് ഇല്ല എന്ന് ആഭ്യന്തരമന്ത്രിയും സുപ്രീം കോടതിയും ഒക്കെ പറഞ്ഞിട്ടും അങ്ങനെ ഒന്നുണ്ട്, ലവ് ജിഹാദ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ സംഘപരിവാറിന് സാധിച്ച പോലെ ഇനി വഖഫിനെ കുറിച്ച് ഒന്നും കണ്ടുമുണ്ടണ്ട. നമ്മൾ കണ്ടല്ലോ അവിടെ. അപ്പൊ സ്വാഭാവികമായിട്ട് കൊണ്ടുവന്ന ഭേദഗതി എന്താ പറയുക നിങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു 10-20 ഏക്കറോളം ഇവിടെ ശ്മശാനങ്ങൾ, പള്ളിക്കാടുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അല്ലേ? ഇത് ഒരു സർക്കാർ ഭൂമിയാണ്, ആയിരുന്നു, കയ്യേറിയതാണെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരുത്തൻ ഡെസിഗ്നേറ്റഡ് ഉദ്യോഗസ്ഥന് ഒരു പരാതി കൊടുത്താൽ BJP കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമപ്രകാരം അത്തരമൊരു പരാതി ഡെസിഗ്നേറ്റഡ് ഓഫീസർ സ്വീകരിച്ചാൽ ആ നിമിഷം തൊട്ട് അത് തർക്കവസ്തുവാണ്. പിന്നെ ആ വസ്തുവിൽ ഒരു മയ്യത്ത് കൊണ്ടുവെക്കാൻ കഴിയില്ല. BJPന്റെ ഈ ഭേദഗതി പാസ്സായാൽ ഞാൻ ചാലിയത്തുകാരോട് ചോദിക്കുന്നു, നമ്മളെ മയ്യത്ത് വെക്കാൻ സ്വന്തം വീട്ടിന്റെ മുറ്റത്ത് കൊണ്ടുവെക്കേണ്ടി വരും. ഇത്രയും ഗൗരവം നിറഞ്ഞ ഒരു സാധനം വന്നിട്ടും അത് ചർച്ച ചെയ്യാനോ അതിനെ പ്രതിരോധിക്കാനോ ഒരുമിച്ച് നിൽക്കാനോ താല്പര്യമില്ലാതെ എല്ലാ കുത്തിത്തിരിപ്പിച്ച് നടക്കാണ് പലരും. ഇപ്പോഴും ഓൽക്കതിന് ആഴം മനസ്സിലായില്ല. അതിന്റെ ഭീകരത മനസ്സിലായത് കൊണ്ടാണ് മുസ്ലിം ലീഗ് അതിഗൗരവകരമായ ആ വിഷയത്തിൽ ഇടപെട്ടത്, അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. പാസ്സായി. ഇനി പാസ്സായല്ലോ, എന്ത് ചെയ്യാൻ നോക്കിക്കല്ലേ ഇത്? രാഷ്ട്രപതിന്റെ അടുത്ത് പോയി നോക്കി. രാഷ്ട്രപതിന്റെ അടുത്ത് പോയാൽ വലിയ ഗുണമുണ്ടാവും? ഒരു ഗുണം ഉണ്ടാവില്ല. പക്ഷെ സുപ്രീം കോടതിയിൽ അത് പറയാം. എനിക്ക് സുപ്രീം കോടതി ചോദിക്കും, അങ്ങനെ പാസ്സാക്കിയാൽ രാഷ്ട്രപതി ഒപ്പിടണ്ടേ? രാഷ്ട്രപതിന്റെ അടുത്ത് നിങ്ങൾക്ക് പരാതിക്ക് പോകാമായിരുന്നില്ലേ? ഈ മുർമു BJP പറഞ്ഞാൽ കേൾക്കുന്ന ആളാണ് എന്നതൊന്നും സുപ്രീം കോടതി നോക്കൂല. അപ്പൊ നാളെ സുപ്രീം കോടതിയിലേക്ക് വ്യവഹാരത്തിന് പോകാനുള്ളത് ഒരു പാർട്ടിയാണെന്നുള്ള ബോധ്യത്താൽ തന്നെയാണ് പ്രയോജനമുണ്ടാവില്ല എന്ന് അറിഞ്ഞിട്ടും രാഷ്ട്രപതിന്റെ അടുത്ത് ഞങ്ങൾ പോയി ഈ ബില്ലിൽ ഒപ്പുവെക്കരുതെന്ന് പറഞ്ഞു. ഒപ്പുവെച്ചു. ഇപ്പതാ സുപ്രീം കോടതി പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ മഹാ അത്ഭുതം സംഭവിക്കും എന്നൊന്നും നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. ബാബരി മസ്ജിദിന്റെ കേസിന്റെ നാൾ വഴി നമ്മൾ കണ്ടതാ. എല്ലാ മുസ്ലിങ്ങളുതാണ്, ഒക്കെ മുസ്ലിമിൻ്റെത്. അവസാനം എന്താ സംഭവിച്ചത്? ഒരു പറമ്പ് കേസുമായി പോയ ഗോപാലൻ നായരോട് ചോദിച്ചു, ഗോപാലൻ നായരെ കേസ് എന്തായി? കേസ് ഞാൻ ജയിച്ചു, പക്ഷേ പറമ്പ് വീരാൻകുട്ടി ഉണ്ടായിരുന്നത്. അതുപോലെ സുപ്രീം കോടതിയുടെ കേസ് ബാബരി മസ്ജിദ് ഒക്കെ മുസ്ലിംകാരനെ അവസാനം എന്തോ ചോദിച്ചു, നമ്മളത് കണ്ടു. ഇപ്പൊ ഒരു 5-10 ചോദ്യം ചോദിച്ചു വിടുമ്പോൾ തന്നെ BJP കുഴങ്ങിയെന്നൊന്നും വിചാരിക്കേണ്ട. നമ്മൾ പല ജാതി അപകടം പറഞ്ഞ സംഗതികൾ അതിലുണ്ട്. രജിസ്റ്റേർഡ് വഖഫ് ഭൂമി, അതിന്റെ മുകളിൽ BJP ഗവൺമെന്റ് കൈവച്ചിട്ടില്ല. പക്ഷേ സുപ്രീം കോടതി പറയുന്നു രജിസ്റ്റേർഡ് വഖഫ് ഭൂമിയെ റീനോട്ടിഫൈ ചെയ്യാനുള്ള അധികാരം സർക്കാരിനില്ല. എന്തിനു പറയേണ്ട ആവശ്യം?
സർക്കാർ ഭേദഗതി ചെയ്യാത്ത നിയമത്തിന് മേലെ സുപ്രീം കോടതി വന്നിരിക്കുന്നു. ഒരുപക്ഷെ എന്തിനാണ് നിങ്ങൾ ഇന്നത് ഒഴിവാക്കിയത് എന്ന വ്യംഗ്യ ചോദ്യമാണോ എന്ന് പോലും നിയമവിദഗ്ധർക്കിടയിലുണ്ട്. ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങൾ, മതേതര സമൂഹങ്ങൾ, ഇവർക്ക് സംഭവിക്കാൻ പോകുന്ന വലിയ ആപത്തിനെ തിരിച്ചറിഞ്ഞ് മറ്റെല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ച് ഒരുമിച്ച് നിൽക്കുക, പ്രക്ഷോഭങ്ങൾ, നിയമ പോരാട്ടങ്ങൾ, ആഗോള ശ്രദ്ധ പിടിക്കൽ, ഇതേ മാർഗുള്ളൂ. പൗരത്വ കാര്യത്തിൽ നമ്മൾ ചെയ്തത് അങ്ങനെയാണ്. നമ്മൾ കൊടുത്ത ഒരു കേസ്, ആ കേസിന്റെ പുറത്ത് 3 മാസത്തിനുള്ളിൽ സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. കൊല്ലം 4 ആകാൻ പോകുന്നു, ഇതുവരെ മറുപടി കൊടുത്തിട്ടില്ല. ആ കേസിന്റെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വേഴ്സസ് യൂണിയൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നാണ്. ആ കേസിന്റെ പുറത്താണ് 3.5 കൊല്ലമായി തൂങ്ങിക്കിടക്കുന്നത്. അപ്പൊ തീർച്ചയായും ഇപ്പോഴും മുസ്ലിം ലീഗിന് ഈ രാജ്യത്തിലെ മുസ്ലിം സമൂഹത്തോടും മതേതര സമൂഹത്തോടും പറയാനുള്ളത്, നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഏതാണെന്നുള്ളത് ഒന്ന് നിങ്ങൾ മാർക്ക് ചെയ്യണം. അങ്ങനെ മാർക്ക് ചെയ്ത് കഴിയുകയാണെങ്കിൽ അത് വഖഫാണ് മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് ആ മാർക്ക് ചെയ്തല്ലാതെ മറ്റെല്ലാം മാറ്റി നിർത്താൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ നശിക്കും ഈ നാട്, ഈ സമൂഹം. ഇത് ജാഗ്രതയോടുകൂടി, സൂക്ഷ്മതയോടുകൂടി ലീഗ് പറയുന്ന ഈ കാര്യം ചിന്തിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന വ്യത്യസ്തമായ നികുതി ഫണ്ട് എല്ലാ വാർഡിലേക്കും കൃത്യമായി വികസനത്തെ പക്ഷഭേദമില്ലാതെ വികസനം നടത്തുക എന്നതാണ് ഈ ത്രിതല പഞ്ചായത്തിൻ്റെയൊക്കെ ജോലി. പിന്നെ സർക്കാരിൽ നിന്ന്, കേന്ദ്ര സർക്കാരിൽ നിന്ന്, സംസ്ഥാന സർക്കാരിൽ നിന്നൊക്കെ ആ പഞ്ചായത്തിൻ്റെ ഭരണ സംവിധാനങ്ങൾക്ക് അവരുടെ കഴിവ് ഉപയോഗിച്ച് നേടിയെടുക്കുന്ന പ്രത്യേകമായ പദ്ധതികൾ, ഫണ്ടുകൾ, അത് ഏത് പ്രദേശത്തേക്കാണോ ആ പ്രദേശത്തേക്ക് വേണ്ടി അത്തരത്തിലുള്ള സവിശേഷ ഫണ്ടുകൾ സർക്കാരുകളിൽ നിന്ന് വാങ്ങി നടപ്പാക്കുകയും ചെയ്യും. അത്തരം ഫണ്ടുകളൊന്നും എല്ലായിടത്തും വീതിക്കാൻ കഴിയില്ല. പക്ഷെ തനത് ഫണ്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് 3-ാം വാർഡാണ്. 3-ാം വാർഡിലെ ജനങ്ങളിൽ നിന്ന് വീട്ടു നികുതി അടക്കമുള്ള എല്ലാം പിരിച്ചെടുക്കേണ്ട പൈസ ഉണ്ട്. ഈ പൈസ ഉപയോഗിച്ച് വികസനം കൊണ്ടുവരുമ്പോൾ ഈ 3-ാം വാർഡിലും വേണ്ടേ? അതാണ് ഞങ്ങളുടെ ചോദ്യം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ പദ്ധതി അവലോകനം നടത്തുന്നതിന് മുമ്പ് അപ്പക്കുട്ടൻ നായർ എന്ന കടലുണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് അബ്ദുൽ കുട്ടി ഹാജിന്റെ വീട്ടിലേക്ക് വരും. ഞാനൊരിക്കൽ അബ്ദുൽ കുട്ടി ഹാജിനെ കാണാൻ വേണ്ടി വീട്ടിൽ പോയപ്പോൾ കരണ്ടില്ല. ഒരു മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് അബ്ദുൽ കുട്ടി ഹാജി ഇരിക്കുന്നുണ്ട്. തൊട്ടടുത്ത് ഒരാളുണ്ട്. ഒരു 7 മണി സമയമുണ്ടാവും. ഞാൻ കയറി വന്നപ്പോൾ അബ്ദുൽ കുട്ടി ഹാജി ഇങ്ങനെ നോക്കിയിട്ട് പോകുന്നു, ആരാണിതെന്ന് വെച്ച്. അപ്പം ഞാൻ ഷാഫിയാണ്, ഞാൻ ഒരു കാര്യത്തിന് വന്നതാണ്. ഇപ്പം വന്നാൽ ശരിയാവില്ല, ഈ രാവിലെ വാ, അല്ലെങ്കിൽ ഞാൻ രാവിലെ അങ്ങോട്ട് എൻ്റെ പേരേക്ക് വരാം. ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ സംസാരിക്കേണ്ടത്. അതായത് നാളെ പദ്ധതി അവലോകന, ആസൂത്രണ. അതിനു മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് അന്നത്തെ പ്രതിപക്ഷ ലീഡർഷിപ്പിലുള്ള അബ്ദുൽ ഹാജിനെ കാണാൻ അബ്ദുൽ കുട്ടി ഹാജിന്റെ വീട്ടിലേക്ക് വരിക. അതായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു ഈ ഗ്രാമപഞ്ചായത്തിലിരുന്ന ആളുകൾ. നമുക്കറിയില്ല, അന്ന് റോഡ് സൗകര്യമില്ല. ഒരു നടപ്പാതയായിരുന്നു കൊട്ടുവമ്പൊടിയിൽ നിന്ന് കടലുണ്ടി ഗ്രാമപഞ്ചായത്തിൽ. ചുമട്ടുകാർക്ക് ചുമട് ഇറക്കി വെക്കാനുള്ള 2 അത്താണികളുണ്ട് ഈ റൂട്ടിൽ. ഒരു കൊച്ചു ചായക്കടയും കാണാം. പഞ്ചായത്ത് ഓഫീസിലെത്തുന്ന സ്ത്രീകളടക്കമുള്ളവർക്ക് മൂത്രമൊഴിക്കാനുള്ള സൗകര്യം പോലും പഞ്ചായത്തിൽ അക്കാലത്തില്ല. ആരെങ്കിലും എന്തെങ്കിലും കടലാസിന് വന്നാൽ, കാത്തിരിക്കേണ്ടി വന്നാൽ ഉച്ചഭക്ഷണം കിട്ടുന്ന ഒരു കട പോലും അവിടെ ഇല്ല. എല്ലാ നേതാക്കന്മാരും, എനിക്ക് ഓർമ്മയുണ്ട്, അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീട്, ഒരു പൊതുപ്രവർത്തകൻ്റെ വീട് എൻ്റെ വീടാണ്. എൻ്റെ ഉപ്പ ഒരു സോഷ്യലിസ്റ്റുകാരനായിരുന്നു. എതിരില്ലാതെ വൈസ് പ്രസിഡന്റായി കടലുണ്ടി പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്.
സോഷ്യലിസ്റ്റ് പാർട്ടി ഇവിടെ ശിഥിലമായപ്പോൾ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചു. ഒരു പൊതുപ്രവർത്തകന്റെ വീടായതുകൊണ്ട് എല്ലാ പഞ്ചായത്ത് ബോർഡ് മെമ്പർമാരുടെയും ഒരു കേന്ദ്രം എൻ്റെ വീടാണ്. എൻ്റെ വീട്ടിൽ ഒരു സർവകക്ഷി വിശ്രമ സ്ഥല. ഒരു ഭാഗത്ത് PPM മാരത്ത് ഒരു തെണ്ടുമ്പ കിടക്കുന്നുണ്ടാവും, അപ്പുറത്ത് നമ്മളെ അബ്ദുള്ളക്ക PSP അബ്ദുള്ളക്ക എടുക്കുന്നുണ്ടാവും. സായിബ് വന്നാൽ സായിബിന് നിസ്കരിക്കാൻ ഒരു പ്രത്യേക സ്ഥലം തന്നെയുണ്ട്. ഓരോരോ നേതാക്കന്മാർ വന്നാൽ അവർക്ക് ഇനി ഭക്ഷണമായിട്ടാണെങ്കിലും അവർ വിശ്രമവും ഒക്കെ അവിടെ തന്നെ. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ പഞ്ചായത്തിലൊക്കെ രാഷ്ട്രീയപരമായി രണ്ട് ചേരിയാണെങ്കിലും ഈ നേതാക്കൾക്കിടയിൽ വല്ലാത്ത സൗഹൃദങ്ങളുണ്ടായിരുന്നു. അത് ഫണ്ട് വിനിയോഗം. കാരണം ഇപ്പൊ മൂന്നാം വാർഡിലെ മെമ്പറോട് CPM താല്പര്യമില്ലെങ്കിൽ മൂന്നാം വാർഡ് മെമ്പറുടെ വാർഡിലേക്കുള്ള പദ്ധതി പ്രഖ്യാപിക്കാതിരിക്കലാണോ ചെയ്യേണ്ടത്? നിങ്ങളെ പാർട്ടിപ്പെട്ടവർ എത്ര ഉണ്ട് മൂന്നാം വാർഡിൽ? അവർക്ക് വികസനം വേണ്ടേ? ഇത് ചരിത്രത്തിൽ ഇതുവരെ ഇല്ല. കഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന അജയ് കുമാർ അദ്ദേഹമാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്, ഇങ്ങനെ അല്ലായിരുന്നു ഞങ്ങളൊക്കെ. ഇവരെന്താ ചെയ്തത് അറിയും നിങ്ങൾ? ഈ എല്ലായിടത്തുനിന്നും പിരിച്ചെടുക്കുന്ന തനത് നികുതി ഫണ്ട്, ആ നികുതി ഫണ്ട് ഇവരുടെ CPMകാരെ തെരഞ്ഞെടുത്ത വാർഡിലേക്ക് മാത്രമായി മാറ്റിവെക്കുന്നു. സ്വാഭാവികമായും പ്രതിപക്ഷത്തുള്ള ആളുകൾ ചോദ്യം ചെയ്തു, തനത് ഫണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങളെ പാർട്ടി പ്രതിനിധികളുള്ള വാർഡുകളിലേക്ക് നിങ്ങൾ ഭരിക്കുന്ന സർക്കാരിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്തിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ഭരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് നിങ്ങളെ പാർട്ടി മെമ്പർമാരുടെ വാർഡുകളിലേക്ക് നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നോ ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഈ പഞ്ചായത്തിലെ എല്ലാവരിൽ നിന്നും എല്ലാ വാർഡുകളിൽ നിന്നും പിരിച്ചെടുക്കുന്ന നികുതി ഫണ്ട് എല്ലാ വാർഡുകൾക്കും തുല്യമായി വീതം വെക്കണം. ഇതാ UDF ആവശ്യപ്പെട്ടത്, ഇതാണ് ചെയ്യേണ്ടത്. ഇതാണ് ഇക്കാലം അത്രയും മാറി മാറി മുന്നണികൾ ഭരിച്ചിട്ടും കടലുണ്ടി പഞ്ചായത്തിൽ നടന്നത്. ഇവിടെ എന്താ ചെയ്തത്? ഇവിടെ ഇവര് ഭരിക്കുന്ന വാർഡിന് മാത്രം ഇത് ചോദ്യം ചെയ്ത് UDF ഇത് ചോദ്യം ചെയ്യുകയും ശക്തമായ വിയോജനം ഞങ്ങൾ രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വിയോജനം രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ മിനിറ്റ്സ് എഴുതുന്ന സെക്രട്ടറി UDF അംഗങ്ങളുടെ വിയോജനം രേഖപ്പെടുത്തണം മിനിറ്റ്സിൽ. ഇപ്പോഴത്തെ സംവിധാന പ്രകാരം രേഖപ്പെടുത്തിയാൽ ഉടനെ ഒരു ബെല്ലടിച്ച് പിയൂണിനെ വരുത്തി പെട്ടെന്ന് അത് ഓൺലൈനിൽ ഇടണം. അതാണ് ചട്ടം. പക്ഷേ വിയോജനം രേഖപ്പെടുത്തിയിട്ടും വിയോജനം മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഓൺലൈനിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. സ്വാഭാവികമായും സെക്രട്ടറി ചോദ്യം ചെയ്തു, എവിടെ ഞങ്ങൾ വിയോജനം എന്തുകൊണ്ട് നിങ്ങൾ രേഖപ്പെടുത്തുന്നില്ല? ഒന്നൊക്കെ മിനിറ്റ്സ് കാണിച്ചു തരൂ, അല്ലെങ്കിൽ മിനിറ്റ്സ് നിങ്ങൾ ഓൺലൈനിലിടൂ. രണ്ടിനും സെക്രട്ടറി തയ്യാറല്ല. അങ്ങനെ സെക്രട്ടറിമാർ തയ്യാറാവാതെ വന്നാൽ അവിടെ ഒരു സമരമുറ ആരംഭിക്കണം. അതാണ് ജനാധിപത്യം. സെക്രട്ടറിയെതിരെ മുദ്രാവാക്യം വിളിച്ച് നടുത്തളത്തിലേക്ക് ഇറങ്ങി UDF അംഗങ്ങൾ. അതൊരു സ്വാഭാവിക ജനാധിപത്യ സമരമുറയാണ്. പിന്നെന്താ സംഭവിക്കുന്നത്? ലോകത്താരും ചെയ്യാത്ത വൃത്തികെട്ട ചില രീതികൾ. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു സ്ത്രീയാണ്. നമുക്കറിയാലോ, ഞാൻ മൈക്കിൽ സംസാരിക്കുന്നു. ഇതിന്റെ ക്യാബിൻ ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിച്ചു വെച്ചാൽ എന്ത് സംഭവിക്കും? ഈ മൈക്ക് കൂകി വിളിക്കും അല്ലേ? ഒരു വലിയ ശബ്ദം ഉണ്ടാവും. ഈ സ്ത്രീ UDF ആരെങ്കിലും സംസാരിക്കാൻ എണീച്ചാൽ ഉടനെ ആംപ്ലിഫയറും മൈക്കും തമ്മിൽ ഉൾട്ടാക്കി വെക്കും. അപ്പം ആംപ്ലിഫയറിൽ നിന്ന് ഭയങ്കര കൂക്കാണ്ടാകുക. എന്നിട്ട് ചിരിച്ചിങ്ങനെ ഇരിക്കുക. ഇതെന്ത് പ്രസിഡന്റാണ്? അതും കഴിഞ്ഞ് ഈ സെക്രട്ടറിയെ ഗൊരാവ ചെയ്തപ്പോൾ ആ സ്ത്രീ അവിടെ നിന്നും വിളിക്കുക,
CPM-ന്റെ നേതാവിനെ, ഞാൻ പേര് പറയണ്ട, നിങ്ങൾക്ക് അറിയാം നേതാവിനെ. ആ നേതാവാണ് കടലുണ്ടിയിൽ വെച്ച് പരസ്യമായി പ്രസംഗിച്ചത്, എല്ലാവരും കേൾക്കുമാറ്. റെയിലിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഫണ്ട് കൊടുക്കണോ എന്നത് ഞങ്ങൾ തീരുമാനിക്കും, അത് ഞങ്ങളെ ഇഷ്ടമാണ്. റെയിലിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഫണ്ട് കൊടുക്കണോ എന്നുള്ളത് ഞങ്ങളെ ഇഷ്ടമാണ്. ആ പറഞ്ഞ വിദ്വാനാണ് വിളിക്കുന്നത്. വിളിച്ചിട്ട് എന്താ പറയുന്നത്? അതായത് ഗൊരോബ ഞങ്ങൾ നടത്തും, ഞങ്ങൾ സെക്രട്ടറി ഉപരോധിച്ചു കൊണ്ടിരിക്കുക മുദ്രാവാക്യം വിളിച്ചിട്ട്. പുറത്തുനിന്ന് നമ്മൾ ആരോണ്ട് പോയിട്ടില്ല. ഞാൻ തൊട്ടടുത്താണ് താമസിക്കുന്നത്, എന്നെ പോലും ആരും വിളിച്ചിട്ടില്ല, വിളിക്കേണ്ട ആവശ്യമില്ല. സാധാരണ രീതിയിൽ കോർപ്പറേഷനിലും പഞ്ചായത്തിലും ഒക്കെ പ്രതിപക്ഷങ്ങൾ അവരുടെ അവകാശം നിഷേധിക്കുമ്പോൾ ഇത്തരത്തിൽ മുദ്രാവാക്യം വിളികളും ഉപരോധങ്ങളും സമരങ്ങളും ജനാധിപത്യത്തിൽ ഉണ്ടാവും. അത് ഫോട്ടോ എടുക്കും, പിറ്റേ ദിവസം പത്രത്തിൽ വരും. നമ്മൾ കാണുന്നില്ലേ, കോർപ്പറേഷനിൽ പ്രതിപക്ഷം സെക്രട്ടറിയെ ഉപരോധിച്ചു, അതിനിടയിലെ ഫോട്ടോ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും പഞ്ചായത്ത് മെമ്പർമാർ നമുക്ക് ഇവിടുത്തെ ബാങ്കിൽ മാത്രമേ സദസ് നാട്ടിൽ കഴിയുന്ന അങ്ങനെ ഉണ്ടോ? അങ്ങനൊക്കെ കുടുംബം അപ്പോൾ പഞ്ചായത്തിലെ പ്രതിപക്ഷ മെമ്പർമാർ അവരുടെ വിയോജനം രേഖപ്പെടുത്താൻ തയ്യാറാകാത്ത പഞ്ചായത്ത് സെക്രട്ടറിക്ക് നേരെ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ച് ഉപരോധിക്കുന്നു. ഈ ഉപരോധിക്കുന്ന രംഗം ഒരു ഫോട്ടോയിൽ പകർത്താൻ
യൂത്ത് കോൺഗ്രസിന്റെ കടലുണ്ടി മണ്ഡലം പ്രസിഡന്റായ ഷെരീഫ് എന്ന ചെറുപ്പക്കാരനെ മെമ്പർമാർ വിളിക്കുന്നു. സ്വാഭാവികമായും ഈ ഷെരീഫ് വരുന്നു. ഷെരീഫ് വന്ന് ഇത് ഫോട്ടോ എടുക്കുന്നു. എവിടുന്ന്? ഹാളിന്റെ പുറത്ത് നിന്നിട്ട്, ഹാളിന്റെ അകത്തേക്ക് കയറുന്നില്ല. ഇത് ഇത്ര വലിയ അപരാധമാണോ? ഈ മിനുട്സിൽ വിയോജനം രേഖപ്പെടുത്താൻ തയ്യാറാവാത്ത സെക്രട്ടറിക്കെതിരെ കടലുണ്ടി പഞ്ചായത്തിലെ UDF അംഗങ്ങൾ ഉപരോധിക്കുന്നു എന്ന അടിക്കുറിപ്പോടുകൂടി നാളെ പത്രത്തിൽ കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു ഫോട്ടോഗ്രാഫറെ വിളിക്കുകയാണ്. പുറത്തുനിന്ന് ഫോട്ടോ എടുക്കുകയാണ്. ഈ ഫോട്ടോ എടുക്കുന്നത് കണ്ടോടുകൂടി ഈ പഞ്ചായത്ത് പ്രസിഡന്റ് നേതാവിനെ വിളിക്കുന്നു. ഇതാ ഞങ്ങളൊക്കെ ഇവിടെ UDF അംഗങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്നു, മാത്രമല്ല ഇതൊക്കെ ഫോട്ടോയിലും വീഡിയോയിലും പകർത്തുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും തന്നെ ഇവിടെ എത്തണം. പരസ്യമായി വിളിച്ചു പറയാ, ആളെ വിളിച്ചു കൂട്ടുക. അപ്പൊ ഞാൻ തന്നെ ഈ സംഭവത്തിന് ശേഷം ഹക്കീമ എന്ന മെമ്പറോട് ചോദിച്ചു, പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങളെ മുമ്പിൽ വെച്ചിട്ടാണ് CPM നേതാക്കന്മാരെ വിളിച്ചിട്ട് എല്ലാവരും ഇവിടെ ഉടനെ എത്തണം എന്ന് വിളിച്ചു പറയുമ്പോൾ അതുപോലെ നീ ഞങ്ങളെയും വിളിച്ചു പറയേണ്ടി വെച്ചു. ഹക്കീമിനോട് ഞാൻ ചോദിച്ചതാ, അതിന് നിങ്ങളൊക്കെ വിളിച്ചു വരേണ്ട ആവശ്യം എന്താണ് ഷാഫിക്ക? ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്താ? ഞങ്ങൾ പഞ്ചായത്തിലെ സമയം 5 മണി വരെ അവസാനിക്കും വരെ മുദ്രാവാക്യം വിളിക്കും, പിരിഞ്ഞു പോകുന്നതും നിലയും തുടങ്ങിയതല്ല. ഇത് എത്രയോ കാലമായി ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് ഈ നിഷേധങ്ങൾ വരുന്ന സമയത്തൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും? 4 മുദ്രാവാക്യം വിളിക്കും, പത്രങ്ങൾക്ക് ഒരു കുറിപ്പ് കൊടുക്കും, ഇത്രയും ഉണ്ടാവുള്ളൂ. ഇതിലിപ്പോ ഇങ്ങനെ വിളിച്ചു വരുത്തി മാത്രം ഇത് വിളിച്ചു വരുത്തിയ ഇത്ര 10-40 ഗുണ്ടകൾ വരുന്ന ഇവരൊന്നും ഞങ്ങൾക്ക് നേരത്തെ അറിയില്ലല്ലോ. ഈ ഷെരീഫ് എന്ന അതോടുകൂടി 10-40 ഗുണ്ടകൾ വരിക, ഉത്തരവാദപ്പെട്ട നേതാക്കളെ കഴിയും. എന്നിട്ട് നേരെ കയറി ഷെരീഫ് എന്ന കുട്ടിനെ മർദ്ദിച്ച് ഒരു ആൾക്കൂട്ടം. ഇപ്പൊ ഇന്നലെ മംഗലാപുരത്ത് കണ്ടില്ല നിങ്ങള്? ഇന്നലെ മംഗലാപുരത്ത് ചെയ്തതുപോലെ ശരിയായ മാനസിക അവസ്ഥയില്ലാത്ത ഒരു പാവപ്പെട്ട ഒരു കുട്ടിനെ തല്ലിക്കൊന്ന് സംഘികൾ ഇന്നലെ മംഗലാപുരത്ത്. എന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പാകിസ്ഥാൻ മുദ്രാവാക്യം വിളിച്ചു എന്നൊരു കള്ളവും തട്ടിവിട്ടു. 1-2 ആളുകൾ അവിടെ വിവരമറിഞ്ഞ് ബഹളമറിഞ്ഞ് എത്തില്ലെങ്കിൽ ഈ ഷെരീഫ് തല്ലിക്കൊല്ലുമായിരുന്നു. ഷെരീഫിനെ 10-40 കൂടി മർദ്ദിച്ചിട്ട് പോലീസ് എത്തുന്നു. പോലീസ് ഷെരീഫിനോട് പോകാൻ പറയുന്നു. വസ്ത്രമില്ല, കുപ്പായില്ല, തുണിയില്ല, ഷെഡിയിൽ നിൽക്കുക. ഒരു പുലിയോ നരിയോ ഒരു മനുഷ്യന്റെ ദേഹത്ത് ഉടനീളം മാന്തിയാൽ എങ്ങനെയായിരിക്കും? അത്തരം മുറിവുകളാണ് മാന്തിയിട്ട്. ഓൻ പറഞ്ഞു, ഈ കോലത്തിൽ ഞാൻ എങ്ങനെ പുറത്തു പോകും? ഉള്ള അവസ്ഥ, അവിടെ നടന്ന അവസ്ഥ നോക്കണം നിങ്ങൾ. ഈ ഷെരീഫിന്റെ അവസ്ഥ കണ്ട് അവിടെ നടക്കുന്ന സംഭവം നടക്കുമ്പോഴാണ് നൗഷാദ് ആ വഴി പോകുന്നത്. സ്വാഭാവികമായിട്ടും നൗഷാദ് ആരാ? ആ പഞ്ചായത്ത് ഓഫീസ് നിലകൊള്ളുന്ന വാർഡിലെ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി, UDFന്റെ ചെയർമാൻ, യൂത്ത് ലീഗിന്റെ കടലുണ്ടി പഞ്ചായത്ത് ട്രഷറർ. അത്തരത്തിൽ ഉത്തരവാദിത്തങ്ങളുള്ള നൗഷാദ് തന്റെ വാർഡിലുള്ള പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ ഈ സംഭവം നടക്കുന്നു എന്ന് സന്ദർഭവശാൽ അതുവഴി സഞ്ചരിക്കുമ്പോൾ കണ്ടപ്പോൾ സ്കൂട്ടർ നിർത്തി ഈ ഷെരീഫിനെ രക്ഷിക്കാൻ ഓടി. അങ്ങനെ ഷെരീഫിനെ ഒരുവിധം അവിടുന്ന് രക്ഷിക്കുമ്പോൾ പിറകെ വന്ന് ഷെരീഫിനെ അടിച്ചുകൊണ്ടേയിരിക്കുക. ഈ ഷെരീഫിനെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ നൗഷാദിനെ പിന്നെ ഷെരീഫിനെ വിട്ട് നൗഷാദിനെയായി. ഒരു ചെറുപ്പക്കാരനായ ഒരു കുട്ടിനെ 10-40 മർദ്ദിക്കുക. കടലുണ്ടി പഞ്ചായത്തിൽ ആ വീഡിയോ കാണാത്ത ആരാള്? ആ വീഡിയോകളൊന്ന് കാണി. ഞാനിവിടുത്തെ സഖാക്കളോട് പറയുന്നു, നിങ്ങൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. നിങ്ങളെ ഭാര്യക്ക് കാണിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടോ? നിങ്ങളെ ഉമ്മാക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കും ആ വീഡിയോ. ആർക്കാണ് സഹിക്കാൻ പറ്റുക? തല്ലി എല്ലാവരും തല്ലും കൊണ്ടു. ഒരു ആർത്തിട്ടില്ല, ഒരു തുള്ളി കണ്ണീരും എന്റെ കണ്ണീരിന്ന് വന്നില്ല. ഷെരീഫിനെ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് ആശ്വാസത്തില്ല. എല്ലാ തല്ലും ഏറ്റുവാങ്ങാണ്. തൊട്ടടുത്ത് ബാട്ടി ചൂരലും പിടിച്ച് ആര് നിൽക്കണ്? പോലീസ്. ചൂരൽ ഇങ്ങനെ പുല്ലാങ്കോയന്മാർ ഇങ്ങനെ പിടിച്ചിരിക്കുക, ഒന്നും ചെയ്യുന്നില്ല. ഈ നേതാവ് ഉണ്ടല്ലോ കലാപത്തിന് ആഹ്വാനം ചെയ്ത്, ഈ നേതാവ് നൗഷാദിനെ പിടിച്ചു വെക്കുക. തല്ലിനോടല്ല പിടിച്ചു വെക്കണേ, അടിക്കുന്നവനെയല്ല പിടിക്കുന്നത്, അടി കൊള്ളുന്നവനെ പിടിച്ചേക്കുക. അപ്പൊ അടിക്കുന്നവന് കൂടുതൽ എളുപ്പമാകുക.
ആ കുട്ടി അടിക്കുമ്പോൾ 2 കൈ കൊണ്ട് തടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അടിക്കണോന് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ തല്ലുകൊള്ളുന്ന നൗഷാദിനെ പിടിച്ചു വെക്കുക. പോലീസും ചെയ്തത് നൗഷാദിനെ പിടിച്ചേക്കലാണ്. അടിക്കുന്നവനെ മേത്ത് തൊടാൻ പോലീസിന് ധൈര്യമില്ല, അടിക്കുന്നില്ല. 1-2 പോലീസൊന്നല്ല. എന്നിട്ട് കൊടിയ മർദ്ദനത്തിന് ശേഷം സംഭവിച്ച എന്താ നിങ്ങൾ? ആളെ പേരൊന്നും ഞങ്ങളിവിടെ പറയുന്നില്ല. ഈ നൗഷാദിന്റെ പിതാവിന്റെ ആയുസുണ്ട്, വയസ്സുണ്ട്. ഈ നൗഷാദിന്റെ മോനുള്ള ഒരു സഖാവ. അവൻ താഴെ ബൈക്കിന്റെ ചാവി എടുത്തിട്ട് നൗഷാദിനെ കണ്ണിന് അതിശക്തമായി അടിക്കുക. ശക്തമായി അടിക്കേണ്ട, വെറുതെ ഒന്നും നമ്മളെ കണ്ണ് അത്രയും സുതാര്യമായൊരു സാധനം. വെറുതെ ഒരു ഈർക്കലിന്റെ കൊള്ളിയൊന്ന് കുത്തിവെക്കുക നിങ്ങൾ. അവിടെ അതോ വല്ല ജാവലിൻ ത്രോ ഒക്കെ എറിയുന്നത് പോലെ. നിങ്ങൾ ആ വീഡിയോ കണ്ടോ? കൈ ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചിട്ട് സർവ ശക്തി എടുത്തിട്ട് ആ കണ്ണി നേരെ കുത്തണേ. അവിടെ നൗഷാദ് പൊട്ടിക്കരഞ്ഞു. ആർക്കും സഹിക്കാൻ കഴിയില്ല. പൊട്ടിക്കരഞ്ഞ് നിലത്ത് വീണ് പെടുകയായിരുന്നു കുട്ടി. പട്ടിയുമ്പോഴും നിശ്ചേഷ്ടമായി നോക്കി നിൽക്കാണ് പോലീസുകാരും ഈ കാട്ടാളന്മാരും. ഇതെന്ത് രാഷ്ട്രീയ? നൗഷാദിന്റെ പുറത്ത് അതിശക്തമായി അടിച്ചു പോകുന്ന ആളുകളെ ആ വീഡിയോയിൽ കാണാം. ഈ മീൻ മാർക്കറ്റിൽ അവരുണ്ടാകും, ഈ ചന്തയിൽ അവരുണ്ടാകും, ഈ റോട്ടിൽ അവർ കാണും. കണ്ടാ ചോദിക്കണം, ഇത്രമാത്രം മർദ്ദിക്കാൻ മാത്രം നൗഷാദ് എന്താ ചെയ്തത്? നൗഷാദ് എന്ത് കുറ്റം ചെയ്തത്? അത് പറയണം. ആരാണ് നൗഷാദ്? നൗഷാദ് മാത്രമേ ഉള്ളൂ ലീഗ് ആ കുടുംബത്തിൽ. ബാക്കി മുഴുവൻ വർഷങ്ങളായി CPM വോട്ട് ചെയ്യുന്ന പറമ്പിൽ എന്ന കുടുംബ കുന്നത്തുപടിയിലുള്ള ആരാധിനെ അനുകൂലിക്കുക. എന്നിട്ടോ ഇவ்வித നൗഷാദിനെ, ഈ നേരത്തെ പറഞ്ഞ ഈ ഫോട്ടോ എടുത്ത ഈ കുട്ടീനെ ഷെരീഫിനെയും ഇത്ര മർദ്ദിച്ച ഈ കൊടും ഗുണ്ടകൾ ആശുപത്രിയിൽ പോയി കിടക്കുകയാണ്. നൗഷാദിനാൽ ഷെരീഫിനാൽ ആക്രമിക്കപ്പെട്ടു പറഞ്ഞു. ഈ നാടെവിടെത്തി നോക്കണം. ഉള്ളുപ്പുണ്ടോ നിങ്ങൾക്ക്? ഈ വീഡിയോ രാജ്യം മുഴുവൻ പ്രചരിക്കുക, എല്ലാവരും കാണുകയാണ്. ഇതിൽ അതിക്രൂരത ചെയ്ത ഈ ക്രിമിനലുകൾ പോയിട്ട് എന്ത് ചെയ്യുന്നു? ആശുപത്രിയിൽ പോയി കിടക്കുക. ആര്? ഇവരാക്രമിച്ചു പറഞ്ഞു. ഇതെന്തൊരു രാഷ്ട്രീയ? അത് ഇങ്ങനെയാണോ നമ്മുടെ നാട് പോയത്? നമുക്കൊക്കെ രാഷ്ട്രീയത്തിനപ്പുറത്ത് വ്യക്തിപരമായി കുടുംബ ബന്ധങ്ങളില്ലേ? ഈ ഇരിക്കുന്ന കാസിം ലീഗാണ്. കാസിമിന്റെ ജ്യേഷ്ഠൻ ഹസ്സൻ CPM ആണ്. രാഷ്ട്രീയപരമായി അപ്പുറപ്പുറം നിൽക്കുന്നു. കുടുംബപരമായ കാര്യങ്ങൾ ഇവർക്കിടയിൽ എന്താ പ്രശ്നമുണ്ടോ? പ്രശ്നം ഉണ്ടാകാൻ പാടുണ്ടോ? ഇപ്പൊ ഇന്നലെ മരണപ്പെട്ടു പോയ VK ആലിക്കോയക്ക, ഞാനൊക്കെ കടപ്പുറത്ത് മീൻ വാങ്ങാൻ പോയാൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ആദ്യം VK എന്നോട് ചോദിക്കുക, അല്ലെങ്കിൽ ഹസ്സൻ കഴിക്കുക, എന്താ ചാക്ക് വേണ്ടേ? അപ്പോ അങ്ങനെയാണ്, അതിന് വെച്ചെടുത്തോണ്ടേക്കോ, വിലക്കെ പിന്നെ നമുക്ക് തിരിച്ചാക്കാം. എന്നാൽ രാഷ്ട്രീയത്തിലെ ഒരു ഇഞ്ചി നമ്മളെ മുമ്പിൽ VK വിട്ടുതരുമോ? ഒരു ഇഷ്യൂ സംസാരിക്കാൻ പോയാൽ അദ്ദേഹത്തിന്റെ പാർട്ടി അനുയായി അവരെ നിലപാടൊന്നും അവിടുന്ന് ആന കുത്തിയാലും VK ജനിക്കൂല. ആ VK ആണ് ഇന്നലെ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയത്. അദ്ദേഹത്തിന്റെ എല്ലാ പാപങ്ങളും പഠിച്ചോൻ പുറത്തു കൊടുക്കട്ടെ. ആ പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയക്കാരോടും മാന്യമായി പെരുമാറുന്ന ഒരു സംസ്കാരമായിരുന്നു നമ്മളെ നാട്ടിൽ വരെയുള്ളത്. അതിനൊക്കെ അപവാദമായ ചെറുകിട സംഭവ വികാസങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ ഇങ്ങനെ പോയ എവിടെത്തും? ഈ ഗുണ്ടാ സംഘത്തെ കഴിച്ചു വിട്ടിട്ട് ഇവരും വെച്ച് എന്ത് രാഷ്ട്രീയങ്ങൾ നടത്താൻ പോണു ഇവിടെ? നിങ്ങൾക്ക് ഈ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കാൻ ഈ മേഖലയിൽ വരണ്ടേ? ഈ തീരദേശ വാർഡുകളിലെ CPM പ്രവർത്തകർക്ക് എങ്ങനെ ഒരു വീട്ടിൽ കയറാൻ കഴിയും? എങ്ങനെ നിങ്ങൾക്ക് വോട്ട് ചോദിക്കാൻ കഴിയും? നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഈ നാട്ടുകാരിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോയ നികുതി മുഴുവൻ എടുത്ത് നിങ്ങൾക്ക് തോന്നിയെടുത്ത് മാത്രം ചെലവാക്കുന്നു. ഈ നാട്ടിൽ ഒന്നിനും തരുന്നില്ല. എങ്ങനെ നിങ്ങൾ വീട്ടിൽ കയറി ഇറങ്ങും? ഇതിങ്ങനെ പോയെടുത്ത് മാത്രമല്ല, ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അത് കഴിഞ്ഞിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ്, എന്താ പോസ്റ്റ് ഇട്ട അറിയുക? റഹമത്തുള്ള തൊണ്ടിക്കോടിന്റെയും നമ്മുടെ ഇവിടുത്തെ ബിച്ചിക്കോയ എന്ന മെമ്പറുടെയും പേര് വെച്ചിട്ട് റഹ്മത്തുള്ള തൊണ്ടിക്കോടിന്റെയും ബിച്ചിക്കോയുടെയും ഹലാൽ സമരം ഇന്ന് പഞ്ചായത്തിൽ.
ആ എന്താ ഈ ഹലാല്? ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എന്താ നിങ്ങൾ ഈ പ്രയോഗം? സാധാരണ ജിഹാദി, ഹലാല് ഇതൊക്കെ സംഖ്യകളെ സാധന. ഇതെങ്ങനെ ഈ പഞ്ചായത്ത് പ്രസിഡന്റിന് കിട്ടി? എന്താണ് ഈ സ്ത്രീയുടെ മനോഭാവം? എന്താ മുസ്ലിം സഖാക്കൾക്ക് എന്താ പറയാനുള്ളത്? ഇതെന്തിനാ ഹലാൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്? ഈ സൂക്കട് ചെറിയ സൂക്കടല്ലത്. കാര്യമായി നിങ്ങൾ പഠിക്കണത് സംഖ്യ ഏത് കമ്മി ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത കുറെ ആളുകളും നേതാക്കളും നിങ്ങളെ പാർട്ടിയിൽ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പുച്ഛം. റെയിലിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വികസനം വേണ്ട, അത് ആരുടെ തീരുമാനമാണ്? ഹലാൽ എന്ന വാക്ക് എന്താണ്? ആ വാക്കുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കണേ? ഹലാൽ സമരം, അങ്ങനെ ഒരു സമരം ഉണ്ടോ? വേറെന്തെല്ലാം വിശേഷണങ്ങൾ കൊടുക്കാറുണ്ട്? റഹ്മത്തുള്ള തൊണ്ടിക്കോടിന്റെയും ബിച്ചിക്കോയുടെയും ഹലാൽ സമരം ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അതിനിടയിൽ ഒരു CPI-കാരനായ മുസ്ലിം ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ സഖാക്കളായ കുറെ ആൾക്കാരും നിങ്ങൾക്ക് വോട്ട് ചെയ്തിന്, അത് മറക്കണ്ട. ഇത്തരം പ്രയോഗങ്ങൾ ഉണ്ടാക്കുമ്പോൾ കടലുണ്ടിയിൽ ഒരു CPI-കാരൻ്റെ പോസ്റ്റ് ഉണ്ട് അതിൻ്റെ പ്രസിഡന്റിനോട്. ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കാരണം ഇതുവരെ രാഷ്ട്രീയ പ്രവർത്തനം നടന്ന രീതിയല്ല കടലുണ്ടി പഞ്ചായത്തിലെ CPM-ലെ ഒരു നവനേതൃത്വം ഇറങ്ങിയിട്ടു. ഇവർ സോഷ്യൽ മീഡിയയിൽ പല ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതിലൂടെ വിഷം ചർത്തിച്ചുകൊണ്ടേ നിൽക്കാം. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ജനങ്ങളെ ഇക്കാര്യം പറഞ്ഞു ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു തീരദേശ യാത്രയും അതോടൊപ്പം ഇവിടെ ഇങ്ങനെ ഒരു സമാപന സമ്മേളനവും മുസ്ലിം ലീഗ് സംഘടിപ്പിച്ചത്. നമ്മുടെ നാടിന്റെ അവസ്ഥ നമുക്കറിയാം. യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയാൻ ആളുകൾ ഭയപ്പെടുന്ന ഒരു കാലത്താണ് നമ്മുടെ രാജ്യം നിൽക്കുന്നത്. ഏത് സമയം യുദ്ധമുണ്ടാവും. യുദ്ധം ആഗ്രഹിക്കുന്ന യുദ്ധക്കൊതിയന്മാർ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണാൻ, പൊട്ടിയോ, ബോംബ് പൊട്ടിയോ ഇല്ലയോ, യുദ്ധമുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തെന്ന് ഇവരാരും ചിന്തിക്കുന്നില്ല. രാജ്യത്ത് യുദ്ധം പുറപ്പെട്ടാൽ അത് പാകിസ്ഥാനേറ്റാകണ്ട, ശ്രീലങ്കയ്ക്ക് ആണെങ്കിൽ പോലും ഒരു യുദ്ധമുണ്ടായാൽ അരിയുടെ വില ചിലപ്പോൾ 500 രൂപയാവും. ഇന്ന് പണിക്ക് പോകുന്ന ആൾക്കാർക്ക് 1000 രൂപ പണിക്ക് എന്താണ് നാട്ടുപണിക്ക് പോയാൽ കിട്ടും. യുദ്ധം പൊട്ടി പുറപ്പെട്ടാൽ പണി തന്നെ ഉണ്ടാവില്ല. കാരണം അവർക്ക് കൊടുക്കാൻ 1000 കയ്യിലുണ്ടാവില്ല. രൂപയുടെ മൂല്യം എല്ലാ മേഖലയും തകർന്നു. പാകിസ്ഥാനിൽ ഒരു രാഷ്ട്രീയമുണ്ട്. കൂടുതൽ ഇന്ത്യ വിരുദ്ധ വികാരം ആരാണ് ഉയർത്തുന്നത് അവർക്കവിടെ വലിയ രാഷ്ട്രീയ മേഖല. അതുപോലെ ഇന്ത്യയിലും പാകിസ്ഥാൻ വിരോധം ഇവിടെ വേഗത്തിൽ ചുട്ടഴിയുന്ന ഒരു സാധന. പാക് വിരോധം ആളിക്കത്തിച്ചാൽ രാജ്യത്തിലെ പട്ടിണിയും തൊഴിലില്ലായ്മയും ഈ അസ്ഥിരതയൊക്കെ ജനം മറന്ന് ഈ ആവേശത്തിലേക്ക്, ഈ ആരവത്തിലേക്ക് പോകും. പക്ഷേ പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം പലതും ഞങ്ങൾക്ക് സർക്കാരിനോട് ചോദിക്കാനുണ്ട്. പക്ഷേ ചോദിക്കേണ്ട സന്ദർഭം ഇതല്ല. അതുകൊണ്ട് വളരെ പക്വതാപരമായ ക്ഷമയോടുള്ള ഒരു തീരുമാനമാണ് പ്രതിപക്ഷത്തിൽ. ഇത്തരമൊരു സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുമ്പോൾ ഉടനീളം നമ്മൾ നോക്കുക, ഹിന്ദുക്കളെ ഇതാ കൊല്ലാൻ മുന്നിരിക്കുന്നു. ഹിന്ദുക്കളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ എന്തിനാണ് ജീവൻ പണയം വെച്ചിട്ട് 6.5 ലക്ഷം സൈന്യം വളഞ്ഞിരിക്കുന്ന കാശ്മീരിൽ പോകേണ്ട ആവശ്യം? പാകിസ്ഥാനിൽ തന്നെ ഇല്ലേ 10-60 ലക്ഷം ഹിന്ദുക്കൾ? ഹിന്ദുക്കളെ കൊല്ലുക എന്നത് മാത്രമാണെങ്കിൽ അവിടെ കൊന്നാ പോരെ, അല്ല വേറെ എവിടെ പോയി കൊന്നാ പോരെ? ഇതെന്തിനാണ് ഇത്ര 6-6.5 ലക്ഷം സൈന്യമുള്ള വളരെ സെൻസിറ്റീവായ ഈ സ്ഥലത്ത് ഒന്ന് കൊല്ലാൻ കാരണം എന്താ? അതിന് പിന്നിൽ അത് കാശ്മീരിനെ തകർക്കാനാണ്. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്രയോ കാലങ്ങളായി ജോലിയും കൂലിയും ഇല്ലാതെ നരയിക്കുകയാണ് കാശ്മീരികൾ. ഇപ്പം ടൂറിസ്റ്റുകളൊക്കെ ഇന്നാണ് കാശ്മീരിൽ സമാധാനമുണ്ടെന്ന് സർക്കാർ പറഞ്ഞു.
ആ പറഞ്ഞതിന് അടിസ്ഥാനത്തിൽ സർക്കാരിനെ വിശ്വാസത്തിലെടുത്ത് സഞ്ചാരികൾ എവിടേക്ക് പോകാൻ തുടങ്ങി? കാശ്മീർ പോകാൻ തുടങ്ങി. അത് കാശ്മീരികളുടെ പട്ടിണി മാറ്റി വളരെ സന്തോഷത്തിലായിരുന്നു അവർ. പക്ഷെ അവിടെ പോയി ഈ പണിയെടുത്തോടു കൂടി എന്ത് സംഭവിച്ചു? ഇനി കാശ്മീരിൽ പോകാൻ ആരെ ധൈര്യപ്പെടും? ഇവിടെ കാശ്മീരികളെ അവരുടെ നിത്യജീവിതം തകർക്കാനുള്ള വലിയൊരു കോൺഫറൻസ് ഇതിന് പിന്നിലുണ്ട്. ഭീകരാക്രമണങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. നമുക്കറിയാലോ, 3 വർഷം മുമ്പാണ് പെഷവാറിലെ സൈനിക സ്കൂളിലേക്ക് ഈ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഈ അതിതീവ്ര ഭീകര സംഘടനയുടെ ഇതുപോലെയുള്ള 5 ഭീകരവാദികൾ പെഷവാറിലെ സൈനിക സ്കൂൾ, മിലിറ്ററി സ്കൂളിലേക്ക് കടന്നു ചെന്ന് 374 പിഞ്ചു കുട്ടികളെയാണ് വെടിവെച്ച് വന്നത്. അവിടെ ജാതി മതം ചോദിക്കേണ്ട ആവശ്യമില്ല. 374 കുട്ടികൾ മുസ്ലിങ്ങളാണ്. കൊന്നവൻ ഇസ്ലാമാണെന്ന് എല്ലാവരും വിളിച്ചു പറഞ്ഞു. മരണപ്പെട്ട 374 കുട്ടികൾ ഇസ്ലാമാണെന്നത് ആരും മനസ്സിലാക്കില്ല. ദുരന്തങ്ങൾ അതാണ്. 374 കുട്ടികളെ സൈനിക സ്കൂളിലേക്ക് കടന്നു കയറി പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്ന ഭീകരന്മാർ. അവർക്കെന്ത് 26 ഭീകരന്മാർ തന്നെയാണ്, ഒരു സംശയമില്ല. ഇവിടെ ഈ പാകിസ്ഥാൻ വിരോധവും ഈ മതവും ഹേറ്റ് സ്പീച്ചൊക്കെ നടത്തി സംഘപരിവാറും BJPയും ഇന്ത്യ രാജ്യത്ത് ആളിക്കത്തിക്കുമ്പോൾ വളരെ പക്വമായ നിലപാട് സ്വീകരിക്കാൻ രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാക്കന്മാർ ഇന്ത്യയിലുണ്ട്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ത്യ വിരുദ്ധ വികാരം ആളിക്കത്തിച്ച് പ്രകോപന പ്രസ്താവന ഇറക്കുന്ന പാകിസ്ഥാനിൽ ഇന്ത്യയിലെ രാഹുൽ ഗാന്ധിയെ പോലുള്ള മിതത്വമുള്ള ഒരു നേതാവിനും കാണാൻ കഴിയുന്നില്ല എന്നതാണ് സങ്കടകരം. കാരണം അത്രമാത്രം അവിടുത്തെ രാഷ്ട്രീയം കൃത്യമായ വെളിപ്പെടുത്തൽ തന്നെ അവിടുത്തെ വിദേശകാര്യമന്ത്രിയാണ്. നമ്മൾ കണ്ടല്ലോ എന്താ പറഞ്ഞത്? കഴിഞ്ഞ 30 കൊല്ലക്കാലമായി ഈ ഭീകരർക്ക് ഞങ്ങൾ ചെലവും കൊടുക്കുകയായിരുന്നു. ആർക്ക് വേണ്ടി? അമേരിക്കയും ബ്രിട്ടനും ആവശ്യപ്പെട്ടതനുസരിച്ച്. അതൊരു തെറ്റായിരുന്നു എന്ന് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത് നമ്മൾ കാണാം. ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ നേതാവ് മായിൻ ഹാജി നമ്മളെ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തെ സംഘാടകർക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യാം. അതായത് പാകിസ്ഥാൻ എന്ന രാജ്യം കഴിഞ്ഞ 30 കൊല്ലക്കാലമായി സർവ ഭീകര സംഘടനയും ഞങ്ങൾ സഹായിച്ചു പോന്നിരുന്നു. അമേരിക്കയും ബ്രിട്ടനും രാജ്യത്ത് ജനാധിപത്യ അവകാശങ്ങൾ, പറയാനുള്ള അവകാശം, ചിന്തിക്കാനുള്ള അവകാശം, കഴിക്കാനുള്ള അവകാശം, പ്രിവിലേജുകൾ മുഴുവൻ എടുത്തു കളയാണ്. മിനിയാന്ന് മാധ്യമങ്ങൾക്ക് സർക്കാർ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. ഇനി എവിടെയും പോയിട്ട് സർക്കാർ തരുന്ന വാർത്തകളല്ലാതെ സ്വന്തം നിലക്ക് വാർത്ത തേടി പോകാൻ പാടില്ല. അതായത് ഇപ്പോൾ യുദ്ധം നടക്കുന്നുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് വെടിവെക്കുന്നുണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് 10 ആളെ കൊന്നു എന്ന് പറയുമ്പോൾ 10 ആൾ മരണപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ ഫാക്ട് ചെക്ക് നടത്താൻ ഇനി പത്രക്കാർക്ക് പോകാൻ പാടില്ല. ആലോചിച്ച് നോക്കി. ബാങ്കൊക്കെ കഴിഞ്ഞില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കണോ? ഇനി എന്തിനാ പത്രം പിന്നെ വായിക്കണേ? ഈ രാജ്യത്തിലെ ഒരു മീഡിയക്കാരനും ഇനി എവിടെ പോകാൻ പാടില്ല? പ്രശ്നസങ്കീർണമായ സ്ഥലത്ത് പോകാൻ പാടില്ല. സർക്കാർ ഒരു വാർത്ത തരും, അത് കൊടുത്തോളും. ഇതാണ് ഏകാധിപത്യം. ആ ഏകാധിപത്യത്തിലേക്കാണ് രാജ്യം നീങ്ങുന്നത്. വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് 5-ാം തീയതി വരെ നമ്മൾ കാത്തിക്കാണ്. ഞാൻ ചാലിയത്ത് നിന്നാണ് സംസാരിക്കുന്നത്. വഖഫ് ഭൂമിയിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. അറിയണം. ഇപ്പോഴും ഇവര് കൊണ്ടുവന്ന വഖഫ് ബില്ലിന്റെ ആ കുഴിന്റെ ആഴം എത്രയെന്ന് മനസ്സിലാക്കാത്ത പല ആളുകളുണ്ട്. വഖഫ് എന്താണെന്ന് പോലും സൗമ്യമായി പൊതുസമൂഹത്തോട് വിശദീകരിച്ചു കൊടുക്കാൻ പോലും താല്പര്യം കാണിക്കാത്ത പല സംഘടനക്കാരുണ്ട് ഇവിടെ. ഞാൻ ഏതെങ്കിലും സംഘടന മാത്രമല്ല പറഞ്ഞത്. വഖഫ് എന്നാന്ന് പേടിയെല്ലാവർക്കും. ഒരു കാർട്ടൂണ്ട്, ഒരു കുഞ്ഞിനെ ആഹാരം കുഞ്ഞ് കഴിക്കില്ല, വഖഫ് കൊണ്ട് ഞാൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടി കഴിച്ചു. അപ്പൊ വഖഫ് എന്ന് പറഞ്ഞാൽ അതിഭീകരമായ ഒരു സാധനമാക്കി ഒരു ഭാഗത്ത് മാറ്റുമ്പോൾ എന്താണ് വഖഫ് എന്ന് പൊതുസമൂഹത്തോട് വളരെ സൗമ്യമായ ഭാഷയിൽ പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത അത് രാഷ്ട്രീയക്കാരായ അമ്മക്കല്ലുള്ളത്. കൂടുതലുള്ളത് ആരാണ്? മതപണ്ഡിതരമായ ആളുകൾ.
അവരടുത്തൊക്കെ ആ കാര്യത്തിൽ ഡിലേ സംഭവിച്ചിട്ടുണ്ട്. ഇനി പോയി അങ്ങനൊന്നല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസ. ഇപ്പൊ ലവ് ജിഹാദ് ഇല്ല എന്ന് ആഭ്യന്തരമന്ത്രിയും സുപ്രീം കോടതിയും ഒക്കെ പറഞ്ഞിട്ടും അങ്ങനെ ഒന്നുണ്ട്, ലവ് ജിഹാദ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ സംഘപരിവാറിന് സാധിച്ച പോലെ ഇനി വഖഫിനെ കുറിച്ച് ഒന്നും കണ്ടുമുണ്ടണ്ട. നമ്മൾ കണ്ടല്ലോ അവിടെ. അപ്പൊ സ്വാഭാവികമായിട്ട് കൊണ്ടുവന്ന ഭേദഗതി എന്താ പറയുക നിങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു 10-20 ഏക്കറോളം ഇവിടെ ശ്മശാനങ്ങൾ, പള്ളിക്കാടുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അല്ലേ? ഇത് ഒരു സർക്കാർ ഭൂമിയാണ്, ആയിരുന്നു, കയ്യേറിയതാണെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരുത്തൻ ഡെസിഗ്നേറ്റഡ് ഉദ്യോഗസ്ഥന് ഒരു പരാതി കൊടുത്താൽ BJP കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമപ്രകാരം അത്തരം ഒരു പരാതി ഡെസിഗ്നേറ്റഡ് ഓഫീസർ സ്വീകരിച്ചാൽ ആ നിമിഷം തൊട്ട് അത് തർക്ക വസ്തുവാണ്. പിന്നെ ആ വസ്തുവിൽ ഒരു മയ്യത്ത് കൊണ്ടുവെക്കാൻ കഴിയില്ല. BJPന്റെ ഈ ഭേദഗതി പാസ്സായാൽ ഞാൻ ചാലിയത്തുകാരോട് ചോദിക്കുന്നു, നമ്മളെ മയ്യത്ത് വെക്കാൻ സ്വന്തം വീട്ടിന്റെ മുറ്റത്ത് കൊണ്ടുവെക്കേണ്ടി വരും. ഇത്രയും ഗൗരവം നിറഞ്ഞ ഒരു സാധനം വന്നിട്ടും അത് ചർച്ച ചെയ്യാനോ അതിനെ പ്രതിരോധിക്കാനോ ഒരുമിച്ച് നിൽക്കാനോ താല്പര്യമില്ലാതെ എല്ലാ കുത്തിത്തിരിപ്പിച്ച് നടക്കാണ് പലരും. ഇപ്പോഴും ഓൽക്കതിന് ആഴം മനസ്സിലായില്ല. അതിന്റെ ഭീകരത മനസ്സിലായത് കൊണ്ടാണ് മുസ്ലിം ലീഗ് അതിഗൗരവകരമായ ആ വിഷയത്തിൽ ഇടപെട്ടത്, അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. പാസ്സായി. ഇനി പാസ്സായല്ലോ, എന്ത് ചെയ്യാൻ നോക്കിക്കല്ലേ ഇത്? രാഷ്ട്രപതിന്റെ അടുത്ത് പോയി നോക്കി. രാഷ്ട്രപതിന്റെ അടുത്ത് പോയാൽ വലിയ ഗുണമുണ്ടാവും? ഒരു ഗുണമുണ്ടാവില്ല. പക്ഷെ സുപ്രീം കോടതിയിൽ അത് പറയാം. എനിക്ക് സുപ്രീം കോടതി ചോദിക്കും, അങ്ങനെ പാസ്സാക്കിയാൽ രാഷ്ട്രപതി ഒപ്പിടണ്ടേ? രാഷ്ട്രപതിന്റെ അടുത്ത് നിങ്ങൾക്ക് പരാതിക്ക് പോകാമായിരുന്നില്ലേ? ഈ മുർമു BJP പറഞ്ഞാൽ കേൾക്കുന്ന ആളാണ് എന്നതൊന്നും സുപ്രീം കോടതി നോക്കൂല. അപ്പൊ നാളെ സുപ്രീം കോടതിയിലേക്ക് വ്യവഹാരത്തിന് പോകാനുള്ളത് ഒരു പാർട്ടിയാണെന്നുള്ള ബോധ്യത്താൽ തന്നെയാണ് പ്രയോജനം ഉണ്ടാവില്ല എന്ന് അറിഞ്ഞിട്ടും രാഷ്ട്രപതിന്റെ അടുത്ത് ഞങ്ങൾ പോയി ഈ ബില്ലിൽ ഒപ്പുവെക്കരുതെന്ന് പറഞ്ഞു. ഒപ്പുവെച്ചു. ഇപ്പതാ സുപ്രീം കോടതി പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ മഹാ അത്ഭുതം സംഭവിക്കും എന്നൊന്നും നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. ബാബരി മസ്ജിദിന്റെ കേസിന്റെ നാൾ വഴി നമ്മൾ കണ്ടതാ. എല്ലാ മുസ്ലിങ്ങളുതാണ്, ഒക്കെ മുസ്ലിമിൻ്റെത്. അവസാനം എന്താ സംഭവിച്ചത്? ഒരു പറമ്പ് കേസുമായി പോയ ഗോപാലൻ നായരോട് ചോദിച്ചു. ഗോപാലൻ നായരെ കേസ് എന്തായി? കേസ് ഞാൻ ജയിച്ചു, പക്ഷേ പറമ്പ് വീരാൻകുട്ടി ഉണ്ടായിരുന്നു. അതുപോലെ സുപ്രീം കോടതിയുടെ കേസ് ബാബരി മസ്ജിദ് ഒക്കെ മുസ്ലിംകാരനെ അവസാനം എന്തോ ചോദിച്ചു, നമ്മളത് കണ്ടു. ഇപ്പൊ ഒരു 5-10 ചോദ്യം ചോദിച്ചു വിടുമ്പോൾ തന്നെ BJP കുഴങ്ങിയെന്നൊന്നും വിചാരിക്കേണ്ട. നമ്മൾ പലജാതി അപകടം പറഞ്ഞ സംഗതികൾ അതിലുണ്ട്. രജിസ്റ്റേർഡ് വഖഫ് ഭൂമി, അതിന്റെ മുകളിൽ BJP ഗവൺമെന്റ് കൈവച്ചിട്ടില്ല. പക്ഷേ സുപ്രീം കോടതി പറയുന്നു രജിസ്റ്റേർഡ് വഖഫ് ഭൂമിയെ റീനോട്ടിഫൈ ചെയ്യാനുള്ള അധികാരം സർക്കാരിനില്ല. എന്തിനു പറയേണ്ട ആവശ്യം? സർക്കാർ ഭേദഗതി ചെയ്യാത്ത നിയമത്തിന് മേലെ സുപ്രീം കോടതി വന്നിരിക്കുന്നു. ഒരുപക്ഷെ എന്തിനാണ് നിങ്ങൾ ഇന്ന് ഇത് ഒഴിവാക്കിയത് എന്ന വ്യംഗ്യ ചോദ്യമാണോ എന്ന് പോലും നിയമവിദഗ്ധർക്കിടയിലുണ്ട്. ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങൾ, മതേതര സമൂഹങ്ങൾ, ഇവർക്ക് സംഭവിക്കാൻ പോകുന്ന വലിയ ആപത്തിനെ തിരിച്ചറിഞ്ഞ് മറ്റെല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ച് ഒരുമിച്ച് നിൽക്കുക. പ്രക്ഷോഭങ്ങൾ, നിയമ പോരാട്ടങ്ങൾ, ആഗോള ശ്രദ്ധ പിടിക്കൽ, ഇതേ മാർഗുള്ളൂ. പൗരത്വ കാര്യത്തിൽ നമ്മൾ ചെയ്തത് അങ്ങനെയാണ്. നമ്മൾ കൊടുത്ത ഒരു കേസ്, ആ കേസിന്റെ പുറത്ത് 3 മാസത്തിനുള്ളിൽ സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. കൊല്ലം 4 ആകാൻ പോകുന്നു, ഇതുവരെ മറുപടി കൊടുത്തിട്ടില്ല. ആ കേസിന്റെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വേഴ്സസ് യൂണിയൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നാണ്. ആ കേസിന്റെ പുറത്താണ് 3.5 കൊല്ലമായി തൂങ്ങിക്കിടക്കണേ. അപ്പൊ തീർച്ചയായും ഇപ്പോഴും മുസ്ലിം ലീഗിന് ഈ രാജ്യത്തിലെ മുസ്ലിം സമൂഹത്തോടും മതേതര സമൂഹത്തോടും പറയാനുള്ളത്, നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഏതാണെന്നുള്ളത് ഒന്ന് നിങ്ങൾ മാർക്ക് ചെയ്യണം. അങ്ങനെ മാർക്ക് ചെയ്ത് കഴിയുകയാണെങ്കിൽ അത് വഖഫാണ് മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് ആ മാർക്ക് ചെയ്തല്ലാതെ മറ്റെല്ലാം മാറ്റി നിർത്താൻ നിങ്ങൾ തയ്യാറാണ്. തയ്യാറായില്ലെങ്കിൽ നശിക്കും ഈ നാട്, ഈ സമൂഹം. ഇത് ജാഗ്രതയോടുകൂടി, സൂക്ഷ്മതയോടുകൂടി ലീഗ് പറയുന്ന ഈ കാര്യം ചിന്തിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.
മുസ്ലിം ലീഗ് കടലുണ്ടി പഞ്ചായത്തിന്റെ സമ്മേളനത്തിന് അഭിസംബോധന ചെയ്തുകൊണ്ട് ആശംസകൾ അർപ്പിച്ച്